ഗുഡ് മോർണിംഗ് എവരി വൺ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് ആണ്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഓർ ഓണർഷിപ്പ്. When the goods are sold, it is the property in the goods that is transferred to the buyer. Property in goods means the ownership of goods, whereas possession of goods refer to custody or control of goods. Thus, the transfer of possession is not the same thing as the transfer of ownership. The ownership of goods may pass with or without the transfer of possession. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽസിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഗുഡ്സ് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർട്ടി, അതായത് ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോപ്പർട്ടി ഇൻ ഗുഡ്സും പൊസഷൻ ഓഫ് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിൻ്റെ ഓണർഷിപ്പിനെയാണ് പറയുന്നത്. പൊസഷൻ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സിൻ്റെ മേലെ നമുക്കുള്ള കൺട്രോളിനെയാണ് പറയുന്നത്. അവിടെ ഓണർഷിപ്പ് ഇല്ല. അതായത് ടെമ്പററി ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്നതിന് പൊസഷൻ കൈമാറ്റമെന്നും പറയുന്നു. ഓണർഷിപ്പ് കൈമാറുമ്പോൾ നമ്മളത് അവിടെ സെയിലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ പൊസഷൻ കൈമാറിയിട്ടോ അല്ലാതെയോ ഓണർഷിപ്പ് നമുക്ക് കൈമാറാൻ പറ്റും. അതായത് മറ്റൊരാളിലേക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓണർഷിപ്പ് മാറിക്കഴിഞ്ഞു. പക്ഷേ ഗുഡ്സിൻ്റെ പൊസഷൻ അവിടെ കൈമാറണമെന്നില്ല. സോ കൈമാറിയാലും ഇല്ലെങ്കിലും ഓണർഷിപ്പ് നമുക്ക് കൈമാറാൻ പറ്റും. അടുത്താണ് ഇമ്പോർട്ടൻസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ടീസ് ആർ ലിങ്ക്ഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. അതായത് പാർട്ടീസിൻ്റെ റൈറ്റ്സ്, ലയബിലിറ്റീസ്, അതായത് ഒബ്ലിഗേഷൻസ് എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഓണർഷിപ്പിനോട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അതിലത്തെ ഫസ്റ്റത്തെ റൂളാണ് റിസ്ക് ഫോളോസ് ഓണർഷിപ്പ്. അൺലെസ് അതർവൈസ് അഗ്രീഡ്, റിസ്ക് ഫോളോസ് ഓണർഷിപ്പ് വെദർ ഡെലിവറി ഹാസ് ബീൻ മെയ്ഡ് ഓർ നോട്ട് and whether the price has been paid or not. Therefore, if property has passed to the buyer, he becomes the owner of the good, and then the risk of destruction, deterioration, damages or loss of goods is that of buyer. Risk follows ownership എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പിൻ്റെ കൂടെ നമ്മൾ റിസ്ക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ്. അതായത് ഡെലിവറി നടത്തിയാലും ഇല്ലെങ്കിലും പ്രൈസ് പേ ചെയ്താലും ഇല്ലെങ്കിലും അവിടെ ഓണർഷിപ്പിൻ്റെ കൂടെ റിസ്ക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരു പ്രോപ്പർട്ടി സെല്ലർ ബയറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ബയറായിരിക്കും അവിടുത്തെ ആ ഗുഡ്സിൻ്റെ എല്ലാം ഓണർ. അപ്പോൾ എന്ത് റിസ്ക് വന്നാലും, എന്ത് ഡിസ്ട്രക്ഷൻ വന്നാലും, ആ ഗുഡ്സിന് എന്ത് ഡാമേജ് വന്നാലും അതൊക്കെ ബയറിൻ്റെ ചുമതലയായിരിക്കും. ദെൻ അടുത്താണ് എക്സംഷൻസ്. ഫസ്റ്റ് പോയിന്റ്, ഇഫ് ദ പാർട്ടീസ് ഡിസൈഡ് ടു ട്രാൻസ്ഫർ ദ റിസ്ക് ബിഫോർ ഓർ ആഫ്റ്റർ ദ ഓണർഷിപ്പ് ഹാസ് ട്രാൻസ്ഫേർഡ്. അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പോ അതിന് ശേഷമോ റിസ്ക് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയിൽ രണ്ട് പാർട്ടീസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ റിസ്ക് ഏറ്റെടുക്കുന്ന ആരിലേക്കാണോ അവരിലേക്കായിരിക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. സെക്കൻഡ് പോയിന്റ് ആണ്, വെർ ദ ഡെലിവറി ഓഫ് ദ ഗുഡ്സ് ഹാസ് ബീൻ ഡിലേഡ് ബൈ ദ ഫോൾട്ട് ഓർ നെഗ്ലിജൻസ് ഓഫ് ഐദർ സെല്ലർ ഓർ ബയർ, ദ ഗുഡ്സ് ആർ അറ്റ് ദ റിസ്ക് ഓഫ് ദ പാർട്ടി ഹു ഡിലേഡ് ദ പ്രോപ്പർട്ടി. അതായത് സെല്ലറോ ബയറോ കാരണം, ആളുടെ ഫോൾട്ട് കാരണം ഗുഡ്സിൻ്റെ ഡെലിവറിയിൽ വല്ല ഫോൾട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡിലേ വരികയാണെങ്കിൽ അവിടെ ആരാണോ ഡിലേ വരുത്തിയത് ആളുടെ പേരിലായിരിക്കും അതിൻ്റെ റിസ്ക് മുഴുവൻ ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെയാണ്, സംടൈംസ് ട്രേഡ് കസ്റ്റംസ് മേ പുട്ട് ദ ഓണർഷിപ്പ് ആൻഡ് റിസ്ക് സെപ്പറേറ്റ്ലി ഇൻ ടു പാർട്ടീസ്. അതായത് ചില സമയത്ത് കച്ചവട രീതി അനുസരിച്ചിരിക്കും ഓണർഷിപ്പും റിസ്ക്കും രണ്ട് പാർട്ടീസിനായിട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഓണർഷിപ്പ് ഒരാൾക്ക്, റിസ്ക് വേറൊരാൾക്കായിരിക്കും. സെക്കൻഡാണ് ആക്ഷൻ എഗെയിൻസ്റ്റ് തേർഡ് പാർട്ടീസ്. ദർ ഈസ് എ ജനറൽ റൂൾ ഓഫ് ലോ ദാറ്റ് ഓണർ അലോൺ ക്യാൻ എക്സസൈസ് പ്രൊപ്രിയറ്ററി റൈറ്റ്സ്. അതായത് ഉടമസ്ഥാവകാശം നടപ്പിലാക്കാൻ സാധിക്കുക ഓണർക്ക് മാത്രമായിരിക്കും. വെൻ ദ ഗുഡ്സ് ആർ ഇൻ എനി വേ ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയ്ഡ് ബൈ ദ ആക്ഷൻ ഓഫ് തേർഡ് പാർട്ടീസ്, it is only the owner of goods who can take action against them. അതായത് തേർഡ് പാർട്ടീസ് കാരണം ആ ഗുഡ്സിന് വല്ല ഡാമേജോ ഡിസ്ട്രക്ഷനോ വല്ലതും വരികയാണെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ സാധിക്കുക ഓണർക്ക് മാത്രമായിരിക്കും. അടുത്താണ് സ്യൂട്ട് ഫോർ പ്രൈസ്. ദ സെല്ലർ ബിക്കം എൻറ്റൈറ്റിൽഡ് ടു റിക്കവർ പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ഫ്രം ദ ബയർ ഓൺലി വെൻ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് പാസ്ഡ് ടു ദ ബയർ. അതായത് ബയറിലേക്ക് ഗുഡ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബയറിൽ നിന്ന് അതിൻ്റെ പ്രൈസ് റിക്കവർ ചെയ്യാനുള്ള അവകാശം സെല്ലർക്കായിരിക്കും.
അടുത്താണ് ഇൻസോൾവൻസി ഓഫ് ദ ബയർ ഓർ സെല്ലർ. ഇഫ് ദ ഓണർഷിപ്പ് ഹാസ് പാസ്ഡ് ടു ദ ബയർ ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവൻറ്റ്, then the buyer's official receiver shall have a right to take possession of goods even though the goods are lying with the seller. On the other hand, if the goods are in the possession of the seller and he is declared as insolvent, then the buyer has the right to take possession of the goods from the seller's official receiver. അതായത് ഓണർഷിപ്പ് സെല്ലറിൽ നിന്ന് ബയറിലേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഇൻസോൾവൻ്റ് എന്ന് പറയുന്നത് ബയർ ആയിരിക്കും. അപ്പോൾ ബയറിൻ്റെ ഒഫീഷ്യൽ റിസീവർക്ക് മാത്രമേ അവകാശം ഉണ്ടാവുള്ളൂ സെല്ലറുടെ കയ്യിൽ നിന്ന് ഗുഡ്സിൻ്റെ പൊസഷൻ എടുക്കാനായിട്ട്. ബയറിൻ്റെ ഒഫീഷ്യൽ റിസീവർ എന്ന് പറഞ്ഞാൽ ഇൻസോൾവെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട് അപ്പോയിൻറ്റ് ചെയ്ത ആളിനെയാണ് ഒഫീഷ്യൽ റിസീവർ എന്ന് പറയുക. അപ്പോൾ പൊസഷൻ സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള അവകാശം ഈ ഒഫീഷ്യൽ റിസീവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പറയുന്നത് സെല്ലറുടെ കയ്യിലാണ് ഈ പൊസഷൻ എങ്കിൽ അവിടുത്തെ ഇൻസോൾവൻ്റ് എന്ന് പറയുന്നത് സെല്ലറായിരിക്കും. അപ്പോൾ സെല്ലറിൻ്റെ ഒഫീഷ്യൽ റിസീവറിൻ്റെ കയ്യിൽ നിന്ന് പൊസഷൻ എടുക്കാനുള്ള അവകാശം ബയർക്ക് മാത്രമായിരിക്കും. ഇവിടെയും നമ്മൾ ഓണർഷിപ്പ് കൈമാറി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് റൂൾസ് റിലേറ്റിംഗ് ടു ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി. 3 റൂൾസ് ഉണ്ട്. അതിലത്തെ ഫസ്റ്റത്തെ റൂളാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഇൻ ദ സ്പെസിഫിക് ഓർ അസർട്ടൈൻഡ് ഗുഡ്സ്. Section 19 of Sales of Goods Act provide that where there is a contract for the sale of specific or ascertained goods, the property in them is transferred to the buyer at such time as the parties to the contract intend it to be transferred. അതായത് കോൺട്രാക്റ്റിലെ പാർട്ടീസ് എപ്പോഴാണോ അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോഴായിരിക്കും ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് പാർട്ടീസിൻ്റെ ഇൻറ്റൻഷൻ അസർട്ടൈൻ ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആപ്ലിക്കബിൾ ആവുന്ന റൂൾസാണ്. ഫസ്റ്റത്തെയാണ് വെൻ ഗുഡ്സ് ആർ ഇൻ ഡെലിവറബിൾ സ്റ്റേറ്റ്. വെൻ ദർ ഈസ് ആൻ അൺകണ്ടീഷണൽ കോൺട്രാക്ട് ഫോർ ദ സെയിൽ ഓഫ് സ്പെസിഫിക് ഗുഡ്സ് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്, ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് പാസസ് ടു ദ ബയർ വെൻ ദ കോൺട്രാക്ട് ഈസ് മെയ്ഡ്. ദ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഓർ ടൈം ഓഫ് ഡെലിവറി ഡസൻറ്റ് പ്രിവെൻറ്റ് ദ പ്രോപ്പർട്ടി ഇൻ ഗുഡ്സ് പാസിങ് അറ്റ് വൺസ്. അതായത് കോൺട്രാക്റ്റ് മെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ഓണർഷിപ്പ് ബയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആവും. അവിടെ പ്രൈസിൻ്റെ പേയ്മെൻറ്റോ ഡെലിവറിയുടെ ടൈമോ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല അതിൻ്റെ പ്രോപ്പർട്ടി പാസ് ചെയ്യാനായിട്ട്. അവിടെ 3 കാര്യങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അത് അൺകണ്ടീഷണൽ കോൺട്രാക്റ്റ് ആയിരിക്കണം, അതായത് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും ഇല്ലാത്തൊരു കോൺട്രാക്റ്റ് ആയിരിക്കണം, സ്പെസിഫിക് ഗുഡ്സ് ആയിരിക്കണം, പിന്നെ ഡെലിവറബിൾ സ്റ്റേറ്റിലായിട്ടുണ്ടായിരിക്കണം ആ ഗുഡ്സൊക്കെ. പിന്നെ അടുത്തത് പറയുന്നത് വെൻ ഗുഡ്സ് ആർ നോട്ട് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ്. നോട്ട് ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് മീൻസ് that the seller has something yet to do the goods for the purpose of putting them into deliverable state, such as packing, filling the goods in containers, separating or loading the goods. അതായത് ഡെലിവറബിൾ സ്റ്റേറ്റിലല്ല എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആവാനായിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. അതായത് പാക്കിങ്ങോ ഫില്ലിങ്ങോ ലോഡിങ്ങോ സെപ്പറേറ്റിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഡെലിവറബിൾ സ്റ്റേറ്റ് ആകുന്നവരെ ഓണർഷിപ്പ് പാസ്സാവില്ല. ബയ്യർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ അവിടെ ഓണർഷിപ്പ് പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നത്. അടുത്താണ് വെൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ് ഈസ് ടു ബി അസർട്ടൈൻഡ് ബൈ വെയിങ് ഓർ മെഷർമെൻറ്റ്. ഇഫ് ദ സ്പെസിഫിക് ഗുഡ്സ് ആർ ഇൻ എ ഡെലിവറബിൾ സ്റ്റേറ്റ് ബട്ട് ദ സെല്ലർ ഈസ് യെറ്റ് ടു വെയ്, മെഷർ, ടെസ്റ്റ് ഓർ ഡു സം അതർ ആക്ട് ഓൺ or thing in connection with the goods for the purpose of ascertaining the price, the ownership does not pass to the buyer until such an act or thing is done and the buyer has notice thereof. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഡെലിവറബിൾ സ്റ്റേറ്റിലേക്ക് ആയി കഴിഞ്ഞു സ്പെസിഫിക് ഗുഡ്സ്, അതിനുശേഷം അവിടെ സെല്ലർക്ക് കുറച്ച് വെയിങ്ങോ മെഷർമെൻറ്റോ ഒക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഓണർഷിപ്പ് പാസ്സാവില്ല. കംപ്ലീറ്റ് ചെയ്ത് ബയ്യർക്ക് അതിൻ്റെ നോട്ടീസ് കൊടുത്താൽ മാത്രമേ അവിടെ ഓണർഷിപ്പ് പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നത്. ഞാനെടുത്ത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.